പ്രിയപ്പെട്ടവരെ, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന 7 ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണോ ഏറെ ഗുണം, അതോ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ കൂടുതൽ നേട്ടം കിട്ടുക? ഭക്തിയാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഭക്തിയില്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ ഏതാണ് അതിനെ അനുസൃതമായിട്ട് പ്രാർത്ഥിക്കുക എന്നാ പറയാം. ഒരാൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹമുണ്ട്, മുട്ടിന് വലിയ പ്രശ്നമാണ്, അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല, അദ്ദേഹം നിന്ന് പ്രാർത്ഥിക്കുകയാണ്, തരക്കേടില്ലാത്ത കാര്യമാണ്. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് ഒരു 2 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല, തല ചുറ്റലും ദേഹാസ്വസ്ഥി ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് ഇരുന്ന് പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ. ഇത് രണ്ടും ശരീരത്തിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ 2 പ്രാർത്ഥനയിലും നമ്മുടെ ഭക്തിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ആ ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ ഗുണം നമ്മിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന 7 ഗുണങ്ങളെ കുറിച്ച് പൊതുവിൽ നോക്കാം. ഈ ഗുണങ്ങള് നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും കിട്ടും എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദന മഠം. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യത്തേത് ഏകാഗ്രത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി നിന്നുകൊണ്ടാണ് ക്ഷേത്രനടയിൽ പ്രാർത്ഥിക്കുന്നതെങ്കിലും അല്ലാതെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്തോ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവന് ഈ പ്രകൃതിയുമായിട്ട് കൂടുതൽ വിലയം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി വരും. കാരണം അവന്റെ ശരീരം പൂർണ്ണമായ തോതില് രക്തചംക്രമണമല്ല, കൃത്യമായ രീതിയിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അവിടെ ഒരു മടക്കും തിരിവും ഒന്നുമില്ല, അതൊരു ബ്ലോക്കുകൾ അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മസ്തിഷ്കത്തില് നല്ല ഊർജങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു സിഗ്നലും പിടിച്ചെടുക്കാൻ വേണ്ടി ചില ടവറുകൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഒരു ഉയരമുള്ള ടവർ, അതിനാണല്ലോ നമ്മൾ ടവർ എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് ഇങ്ങനെ സിഗ്നൽസ് പിടിച്ചെടുക്കാനുള്ള വസ്തുക്കൾ വയ്ക്കുക. ഈ സമയത്ത് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു ടവർ പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതലായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള ഊർജം വന്നു ചേരുന്നു. അത് നമ്മളെ കൂടുതൽ ഭക്തിയിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ മനസ്സിനെ ഏറ്റവും നല്ല ശാന്തതയിലേക്കും ഒപ്പം തന്നെ ഭക്തി പ്രഹർഷത്തിലേക്കും എത്തിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം അഹങ്കാരം ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പം ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു വിനയഭാവത്തിലാണ് ഇങ്ങനെ ആ നിൽക്കുന്ന ഒരു നിൽപ്പിൽ തന്നെ ആ ഭക്തി, നമ്മുടെ കുറച്ച് ശിരസ് ഒന്ന് കുമ്പിട്ട് ആ ദൈവങ്ങളിലേക്കൊരു സമർപ്പണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അഭയവരത ഹസ്തങ്ങളോടുകൂടി ആ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുന്ന മട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണുള്ളത്. അത് നമ്മിലേക്ക് കൂടുതൽ ദൈവിക ശക്തി കടന്നു വരുന്നതിന് കാരണമാകുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ശാരീരികമായ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിലത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് ഏകാഗ്രത കുറയ്ക്കും. കുറച്ചു നേരം ഇരിക്കുമ്പോൾ അവർക്ക് ക്ഷീണം, ഉറക്കം ഇവയൊക്കെ പെട്ടെന്ന് വരും. കാര്യം ഒരു പ്രത്യേക സ്ഥാനത്ത് സ്വസ്ഥമായിട്ടിരിക്കില്ല. ഈ സ്വസ്ഥത കൂടുമ്പോൾ മനുഷ്യന് ക്ഷീണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകാനുള്ള പ്രവണത ഉണ്ടാവും, കോട്ടുവായൊക്കെ വരെ. പക്ഷെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതല്ല, നമ്മളൊരു ആക്ഷന് തയ്യാറെടുത്ത പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളൊരു ആക്ഷൻ എല്ലാ പ്രാർത്ഥനകളിലും വേണം. ഒരു കുട്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് ഈ പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ അനുഗ്രഹിക്കണേ, എന്നെ സഹായിക്കണേ എന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുക. പക്ഷേ ആ കുട്ടി പ്രാർത്ഥിച്ചിട്ട് ഇനിയെല്ലാം ദൈവം നോക്കിക്കോളും എന്നുള്ള മട്ടിൽ പോയി കളിച്ച് ഇറങ്ങി നടന്നാൽ മതിയോ? അവന് പഠിക്കണം, അവനൊരു ആക്ഷൻ വേണം. ഒരു നിൽപ്പ് എന്ന് പറയുന്നത് ഒരു നടത്തത്തിന്റെ തുടക്കമാണ്. അപ്പോൾ ആ ആക്ഷൻ മൂഡ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥനയിലും ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവണതകളെ കുറിച്ചുള്ള ആന്തരിക ബോധം നമ്മളിൽ കൂടുതലായിട്ട് വരും. ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലത നൽകും. നാലാമത്തെ കാര്യം മനോബലവും ആത്മവിശ്വാസമാണ്. ഇതൊക്കെ നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല, നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. നമ്മൾ നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്തിനോടുള്ള ബലം,
നമുക്ക് നമ്മുടെ ദേഹത്തിന് ബലമുണ്ടെന്ന് മനസ്സിലാവും, നമുക്ക് കഴിവുകളുണ്ടെന്ന് ആന്തരികമായ ശരീരത്തിൻ്റെ ബോധം അത് ഇങ്ങനെ ഉണർന്ന് പറഞ്ഞു തരും. നമ്മിലെ ആത്മവിശ്വാസം അടുത്തൊരു പടിയിലേക്ക് കടക്കും. ഇരിക്കുന്ന വ്യക്തികളെക്കാളും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ശരീരമായിട്ടുള്ള ബന്ധം കുറച്ച് കൂടുതലായിരിക്കും. അവർക്ക് തൻ്റെ ശരീരത്തിന് കഴിവുണ്ട്, ഉറപ്പുണ്ട്, താൻ ക്ഷീണിതനല്ല എന്നൊക്കെയുള്ള തോന്നൽ കൂടുതലായിട്ട് വന്നേക്കും. അത് ഇവരുടെ ഭക്തിയെ കൂട്ടുകയും ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തത് ഭക്തി തീവ്രമാക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ക്ഷേത്രനടയിലോ അല്ലാതെയോ നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ പ്രാപഞ്ചികമായ ഒരു ഊർജത്തെ നമ്മൾ പൂർണ്ണമായി വഹിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ കാൽപാദങ്ങളിലൂടെ ഭൂമിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു എനർജി നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ശിരസിലൂടെ ആകാശത്തിൻ്റെ പൂർണ്ണതത്വത്തെ നമ്മൾ ആഗിരണം ചെയ്യുകയും ചെയ്യും. അതായത് 2 തരം ചാർജുകൾ ഇവിടെ നടക്കുകയാണ്, നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള ചാർജുകൾ. അത് നമുക്ക് എന്ത് നൽകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ബോഡി ഹാർട്ട് മിഡിൽ ഭാഗത്ത് ഹാർട്ട് വരുന്നുണ്ടല്ലോ, ഈ ഹാർട്ടിൽ തുലനം ചെയ്യിക്കുന്ന തരത്തിലേക്ക് ഈ ഊർജം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഈ ഭക്തി തീവ്രമാക്കാൻ, നമ്മളൊന്ന് കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭക്തി കൂടുതൽ തീവ്രമാക്കാൻ ഇത് ഗുണകാരിയാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ക്ഷേത്രനടയിലോ മറ്റ് ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചുകൂടി ഭക്തി നമ്മൾ എണീറ്റ് നിന്ന് ആ വിഗ്രഹത്തെ നോക്കി തൊഴുമ്പോൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. ഇരിക്കുമ്പോൾ എവിടെയോ ഒരു തളർച്ചയൊക്കെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. 6ാമത്തെ കാര്യം ആത്മശുദ്ധി വരിക എന്നുള്ളതാണ്. ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ആത്മശുദ്ധി വരും, നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ആത്മശുദ്ധി വരും. പക്ഷേ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിലെ ആത്മശുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ ജപരീതിയിൽ നമ്മളെപ്പോഴും ഹാർട്ട് ചക്രയിൽ നമ്മളിങ്ങനെ കൈകൾ തൊട്ടാണ് ജപിക്കുക. ഇരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മിക്കവാറും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുലനം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കുക, അങ്ങനെ മാറ്റം. മറ്റത് പ്രാർത്ഥിക്കുന്ന യഥാതലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, നേരെ നിവർന്ന് നിൽക്കുമ്പോൾ ഈ ഭഗവത് ചൈതന്യത്തിൽ നിന്നുള്ള പൂർണ്ണത, അതായത് നമ്മൾ നിലവിളക്കിലിന് മുന്നിൽ മാത്രമാണ് നിന്ന് പ്രാർത്ഥിക്കുന്നത്, ആ പൂർണ്ണമായിട്ടും ഹൃദയകമലത്തിലേക്ക് ഈ എനർജി പാസ് ചെയ്യാൻ കൂടുതൽ കാരണമാകും. അപ്പോൾ ഭക്തിയുടെ തീവ്രത അതിനൊപ്പം കൂടുകയും ചെയ്യും. ഇത് ആത്മശുദ്ധിക്ക്, ആത്മാവിൻ്റെ പ്രാണത്തിൻ്റെ ശുദ്ധിക്ക് കാരണമാവുകയും ചെയ്യും. 7ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ദൈവിക ഊർജം സ്വീകരിക്കാൻ ശരീരം തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഭൂമിയിൽ പിറന്ന് വീഴുമ്പോൾ, നമ്മൾ ശിശുവായിരുന്നപ്പോൾ നമുക്കൊന്ന് ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റു മനുഷ്യരെ പോലെ ആയി മാറാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നടക്കുക എന്നുള്ളതാണ്. എത്ര കാലം വീണും പരിശ്രമിച്ചുമാണ് നമ്മൾ ഭൂമിയിലൊന്ന് എഴുന്നേറ്റ് നിന്ന് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയത്. ആ എഴുന്നേറ്റ് നിൽപ്പ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ആ ഊർജത്തെ, കർമ്മത്തെ ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയാണ് കാണിക്കുന്നത്. ഈ പ്രാപ്തി പൂർണ്ണമായിട്ട് ലഭിച്ച ഒരാൾക്ക് ദൈവങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് അടുക്കാനുള്ള വാതായനങ്ങൾ തുറന്നു കിട്ടുകയാണ്. ഒരു കുഞ്ഞു കുട്ടിക്ക്, അതായത് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയൊന്നും ആയിട്ടില്ലാത്ത കുട്ടിക്ക് ദൈവസങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താലൊന്നും അതെന്താണെന്നുള്ള ഗ്രഹണം, ബോധ്യത്തിലേക്ക് വരാൻ അതിന് കഴിയില്ല. പക്ഷെ ഒന്ന് നടന്നു തുടങ്ങുമ്പോഴാണ് ആ കുഞ്ഞിന് പതിയെ പതിയെ ദൈവിക ചിന്തയും ആത്മശുദ്ധിയും അതിലേക്ക്, അതായത് പുറമേ നിന്നുള്ള ജ്ഞാനം, ദൈവം എന്നുള്ള ജ്ഞാനം വരുന്നത്. അത്രയും നാൾ അവനെ നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ്, പക്ഷെ അത് അവനിൽ അന്തർലീനമായിട്ടുള്ളതാണ്. താനായിട്ട് തന്നെ തൻ്റെ ഈശ്വര സങ്കല്പത്തിലേക്ക് കണക്ഷൻ ചെയ്യണം എന്നുള്ള അറിവ് അവൻ്റെ എഴുന്നേറ്റ് നിൽപ്പിന് ശേഷമായിരിക്കും പൊതുവിൽ സംഭവിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക തത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 7 ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം, അതിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇത് മറ്റൊരു വീഡിയോ പറഞ്ഞുതരാം. പക്ഷേ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് ഗുണം കുറയുന്നു, ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 തരം പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ
നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.